ഇന്നത്തെ ഗൾഫിലെ വിശേഷങ്ങൾ നോക്കി വരാം. അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്നതോടുകൂടി ദുബായ് സൗത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. നിരവധി വികസന പദ്ധതികളാണ് ദുബായ് സൗത്തിൽ ഒരുങ്ങുന്നത്. പ്രധാന വിമാന സർവീസുകൾ അൽ മക്തൂമിലേക്ക് മാറുന്നതോടുകൂടി ദുബായിയുടെ പ്രധാന നഗരമായി ദുബായ് സൗത്ത് മാറുമെന്നാണ് ദുബായ് ഏവിയേഷൻ സിറ്റി കോർപ്പറേഷന്റെയും ദുബായ് സൗത്തിന്റെയും സിഇഒ ആയ ഖലീഫ അൽ സഫീൻ പറയുന്നത്. വിദേശികൾക്ക് ഉടമാവകാശം നൽകുന്ന രീതിയിലാണ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ഈ വിമാനത്താവളത്തിന്റെ പരിസര മേഖലകളിലായിട്ട് 10 ലക്ഷം പേർക്കുള്ള താമസ സൗകര്യമാണ് ഒരുങ്ങുന്നത്. ഇത് അതിനൂതന സൗകര്യങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതുമാത്രമല്ല, വിമാനത്താവളങ്ങളിൽ ഇതുവരെ ലഭിക്കാത്ത സൗകര്യങ്ങൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. വിസ നടപടികളും പെർമിറ്റുകളുമെല്ലാം വേഗത്തിലാക്കും. ജബലലി തുറമുഖവുമായി വിമാനത്താവളത്തെയും കാർഗോ വകുപ്പിനെയും നേരിട്ട് ബന്ധിപ്പിക്കും. വിമാനത്താവളത്തിലേക്ക് ട്രാമും മെട്രോയും ബന്ധിപ്പിക്കുന്നതോടെ ദുബായ് ഫ്രീ സോൺ, തുറമുഖം, വിമാനത്താവളം വഴിയുള്ള ചരക്ക് ഗതാഗത സമയം 20 മിനിറ്റായി ചുരുങ്ങും. ഖത്തറില് BMW കാറുകളുടെ ചില മോഡലുകൾ തിരിച്ചു വിളിക്കുകയാണ്. വിപണിയിൽ നിന്ന് തിരിച്ചു വിളിക്കുകയാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയം. മുൻ സീറ്റുകളിലെ സീറ്റ് ബെൽറ്റുകളുടെ സെൻസറുകളിലുള്ള ചില തകരാറുകൾ കൊണ്ടാണ് ഈ കാറുകൾ തിരിച്ചു വിളിക്കുന്നത്. BMW X540i, X5M, X640i, X740i, XM മോഡൽ കാറുകളാണ് തിരിച്ചു വിളിക്കുന്നത്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഡീലേഴ്സ് ഈ കാറുകളുടെ ഡിഫക്ട്സ് ഒക്കെ റിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനും കൂടിയാണ് മന്ത്രാലയം ഈ ഒരു തിരിച്ചുവിളിക്കൽ ക്യാമ്പയിൻ നടത്തുന്നത്. ഈ ഒരു അറ്റകുറ്റപ്പണികൾക്ക് മന്ത്രാലയം മേൽനോട്ടം വഹിക്കുമെന്ന് മാത്രമല്ല, ഉപഭോക്താക്കളുമായി ഇക്കാര്യത്തിൽ നേരിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്യും. ഇക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് ആന്റി കൊമേഴ്സ്യൽ ഫ്രോഡ് ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതിനായി 16001 എന്ന നമ്പറിൽ വിളിക്കാം. അല്ലെങ്കിൽ info@moci.gov.qa എന്ന ഇമെയിൽ വഴിയോ MOCI ഖത്തർ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേനയോ ബന്ധപ്പെടാവുന്നതാണ്. സൗദിയില് വ്യാവസായിക മലിനീകരണം കൂടിയ പ്രദേശങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് നാഷണൽ സെന്റർ ഫോർ എൻവയൺമെന്റൽ കംപ്ലൈൻസ്. ഇതിന്റെ ഭാഗമായിട്ട് മലിനീകരണങ്ങൾ കൂടിയ പ്രദേശങ്ങൾ കണ്ടെത്തി അവ പുനരുദ്ധരിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. ഇതിനോടകം 30 പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഉപഗ്രഹ ചിത്രങ്ങളുടെയും പരിശോധനാ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് മലിനീകരണം കൂടിയ സ്ഥലങ്ങൾ കണ്ടെത്തുക. മണ്ണിലെയും വായുവിലെയും ജലത്തിലെയും മലിനീകരണത്തിന്റെ തരവും അളവും പരിശോധിച്ച് കൃത്യമായി നിർണ്ണയിക്കും. ഇതിനുശേഷം പരിസ്ഥിതിയെ ബാധിക്കാത്ത രീതിയിൽ മലിനീകരണം നീക്കം ചെയ്യുന്നതിനുള്ള ശാസ്ത്രീയ പദ്ധതികൾ നടപ്പാക്കും. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജ്യൂസ് കടകളിലെ പരിശോധനകൾ ശക്തമാക്കുകയാണ് മസ്കത്ത് മുനിസിപ്പാലിറ്റി. നിരവധി നിബന്ധനകൾ മുനിസിപ്പാലിറ്റി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിതൊക്കെയാണ്: ജ്യൂസ് കടകളുടെ വലിപ്പം കുറഞ്ഞത് 20 ചതുരശ്ര മീറ്റർ ആയിരിക്കണം. ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചവയായിരിക്കണം. ജ്യൂസിനുള്ള പഴങ്ങൾ സൂക്ഷിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനുമായിട്ട് ഫ്രിഡ്ജുകളോ അല്ലെങ്കിൽ ഫ്രീസറോ ഉണ്ടായിരിക്കണം. ഒരിക്കലും ഇന്ന് ബാക്കി വരുന്ന ജ്യൂസ് നാളത്തേക്കായി മാറ്റിവെക്കാൻ പാടില്ല. ഉപകരണങ്ങൾ എല്ലാ ഉപയോഗത്തിന് ശേഷവും വൃത്തിയാക്കി അണുവിമുക്തമാക്കണം. ജ്യൂസ് മാലിന്യങ്ങൾ ദിവസവും നിശ്ചിതമായ പാത്രങ്ങളിൽ നിക്ഷേപിക്കണം. ഷോപ്പ് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. ജ്യൂസ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഗ്ലൗസ് ധരിക്കണം.